പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ പുത്തുമലയുടെ അവസ്ഥ എന്താണെന്നറിയാമോ? ദുരിതമാണ്. പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 7 വർഷം പിന്നിടുമ്പോൾ പുനരധിവാസം ദുരിതമായി മാറിയെന്ന പരാതിയാണ് ദുരന്തബാധിതർക്കുള്ളത്. പുനരധിവാസത്തിന്റെ ഭാഗമായി മേപ്പാടി പുത്തക്കൊല്ലിയിലെ ഹർഷം പദ്ധതിയിൽ നിർമ്മിച്ചു നൽകിയ വീടുകൾ താമസയോഗ്യമല്ല എന്നാണ് പരാതി. വീടുകളിലെ ചോർച്ചകൾ അടിയന്തരമായി പരിഹരിക്കുക, സമഗ്രമായ അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദുരന്തബാധിതർ പുത്തുമലയിൽ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. ദീപക് മോഹനുണ്ട് പുത്തക്കൊല്ലിയിൽ. പുത്തുമല ദുരന്തബാധിതർ പ്രതിഷേധിക്കുന്നത് വായ മൂടിക്കെട്ടിയാണ്. നമുക്കിപ്പം ദീപക് ഉണ്ട്. ദീപക്, ഗുഡ് മോർണിംഗ് ദീപക്. 7 വർഷത്തിനു ശേഷം വീണ്ടും അവർക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വയനാട് ടൗൺഷിപ്പ്, വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി തുറന്നു കൊടുക്കുമ്പോഴും പുത്തുമലയിലുള്ളവരെ അവഗണിച്ചു. അവർക്ക് വേണ്ട വിധത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കിയില്ല. അവരുടെ വീടുകൾ ഇപ്പോഴും ചോരുന്നുവെന്നാണോ അവരുടെ പരാതി? എന്താണ് പുത്തുമലയിലുള്ളവർ ഇന്ന് പ്രതിഷേധിക്കാനുള്ള കാരണം? വായ മൂടിക്കെട്ടിയുള്ള പ്രതിഷേധമാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവരുടെ പ്രധാനപ്പെട്ട പരാതികളും പരിഭവങ്ങളും? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. 2019 ഓഗസ്റ്റ് 8 പുത്തുമലയെ നടുക്കിയ ദുരന്തത്തിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീടുകളും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്ക് ഒരു പ്രതീക്ഷയുടെ കൈത്താങ്ങെന്നോണമാണ് സർക്കാർ ഹർഷം പദ്ധതിയിൽ 49 വീടുകൾ, പൂത്തക്കൊല്ലിയിൽ മേപ്പാടിയിൽ തന്നെയുള്ള 49 വീടുകൾ നിർമ്മിച്ചത്. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം 7 വർഷം പിന്നിടുമ്പോഴും ആ പ്രതീക്ഷ പൂർണ്ണമായും യാഥാർത്ഥ്യമായിട്ടില്ലെന്നാണ് ദുരന്തബാധിതരുടെ പരാതി. നിരവധി വീടുകളിൽ ചോർന്നൊലിക്കുന്നുണ്ട്. അതോടൊപ്പം വീടുകൾക്കുള്ളിൽ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതിൽ പ്രതിഷേധിച്ചാണ് ഇന്നിപ്പോൾ ഈ ഹർഷം പദ്ധതിയിൽ ഇവരിന്നിവിടെ വാമൂടിക്കെട്ടി പ്രതിഷേധിക്കുന്നത്. നിരവധി തവണ അധികൃതർക്ക് മുൻപിൽ പരാതികൾ പറഞ്ഞു. അതിലൊന്നും തന്നെ ഇടപെടലുണ്ടായില്ല. ഒരു ദുരന്തമുണ്ടായി, പുനരധിവാസത്തിന്റെ ഭാഗമായി ഒരു ഭാഗത്തേക്ക് എത്തിയ ആളുകൾക്കാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ദുരന്തത്തിലേക്ക് എത്തിയത്. പുനരധിവാസം തന്നെ ഒരു ദുരന്തമായി മാറി എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇവർ കാണുന്നത്. എന്താ മഴ വരുമ്പോൾ എന്താ സ്ഥിതി? എന്താ സ്ഥിതി? ചോർന്നൊലിക്ക് തന്നെയാണ്. മഴക്കാലം വരുമ്പോൾ ഇതുപോലെ ഓരോരുത്തർ വരും, ഫോട്ടോ എടുത്താണ് പോകും ഓരോന്ന് ചോദിച്ചിട്ട്. പിന്നെ ഞങ്ങൾ ഈ മഴ വരുമ്പോൾ ഞങ്ങൾ പേടിയായിട്ട് ഞങ്ങൾ അങ്ങനെ കിടക്കും. പിന്നെ ഒരു പ്രതികാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ കഴിയുന്നുണ്ട്. അതായത് 17 ജീവനാണ് അന്ന് നഷ്ടപ്പെട്ടത്. അതിൽ 5 പേർ ഇപ്പോഴും കാണാമറയത്താണ്. ഫയർഫോഴ്സും അതോടൊപ്പം പോലീസും മറ്റ് അധികൃതരൊക്കെ തന്നെ തിരഞ്ഞെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ ഒരു വേദനയിൽ നിൽക്കുന്ന സമയത്താണ് പിന്നീട് സർക്കാരും സന്നദ്ധ സംഘടനകളും ചേർന്ന ഈ ഹർഷം പദ്ധതിയിൽ 10 ലക്ഷം രൂപ, അതായത് 6 ലക്ഷം രൂപ സ്ഥലത്തിനും 4 ലക്ഷം രൂപ വീടിനും മറ്റ് സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ചേർന്ന വീടുകൾ നിർമ്മാണ പ്രവൃത്തി നടത്തിയത്. പക്ഷെ ആ വീടുകളിലൊക്കെ തന്നെ ചോർച്ചയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. എന്താ സ്ഥിതി? മഴ പെയ്ത് കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ പറ്റൂലേ? വീട്ടിലിരിക്കാൻ പറ്റില്ല. ഈ ദുരന്തം കഴിഞ്ഞ് അതായത് ഇന്നൊക്കെ 7 വർഷം ഞങ്ങൾ 17 ജീവനാണ് അവിടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുള്ളത്. അല്ല 5 പേരെ ഇനിയും കാണാനുണ്ട്. ഞങ്ങളും ദുരന്തം കഴിഞ്ഞ് മുഴുവൻ നഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട് വന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് പറയുന്നത് വീണ്ടും ഒരു ദുരന്തത്തിലേക്ക്, അതായത് ഇനിയൊരു ജീവൻ ഇവിടെ പൊലിയാൻ പാടില്ല. കാരണം ഷോക്ക് അടിച്ചിട്ടോ അതുപോലെ വീടിന്റെ ഭിത്തിടിഞ്ഞിട്ടോ ഒരു ജീവൻ ഇവിടെ പൊലിഞ്ഞു കഴിഞ്ഞാൽ സമരം ഇതിന്റെ കോലം മാറുന്നൊരവസ്ഥയാണ് വരുന്നത്. ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ നടത്തുക. ജില്ലാ പഞ്ചായത്ത് മെമ്പർ, MLA, മന്ത്രിമാർ, ഇവിടേക്കൊക്കെ പരാതിയും കാര്യങ്ങളും ഒക്കെ ഒരുപാട് നമ്മൾ കൊടുത്തു. ഞങ്ങൾ രാവിലെ ഇവിടുന്ന് ജോലിക്ക് പോകുന്ന ആളുകളാണ്. പ്രായം കഴിഞ്ഞ ആളുകൾ, ഒരുപാട് ആളുകൾ വീട്ടിൽ ഇവിടെ ഉണ്ട്. കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളാണ്. എന്താ സംഭവിക്കുക, എന്താ പിടിക്കാന്നൊന്നും അറിയില്ല. 7 വർഷം നിരന്തരം പരാതി പറഞ്ഞിട്ടും ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചില്ല. അപ്പോൾ ഇതിന്റെ അനുസരിച്ച് മുഖ്യമന്ത്രി ഇത് കാണുന്നുണ്ടാവില്ല ലൈവില്. അതുപോലെ തന്നെ സിദ്ദീഖ് MLA ഇത് കാണുന്നുണ്ടാവില്ലോ, മന്ത്രിയാണ് നിരന്തരം. അതുപോലെ മറ്റുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, വാർഡ് മെമ്പർമാർ, ഇവരൊക്കെ ഇത് കാണുന്നുണ്ട്. നിരന്തരം സമരം ചെയ്തിട്ട് ഇതിനെതിരെ ഒരു പ്രശ്നവും ഞങ്ങൾക്ക് ഇത് സാധിച്ചില്ലെങ്കിൽ ഇതിനെക്കാളും വലിയ ദുരന്തമായിരിക്കും ഇനി ഞങ്ങൾ അങ്ങോട്ട് കളക്ടറിലേക്ക് ഞങ്ങൾ പോകാനുള്ള പരിപാടി. അതായത് നിരവധി തവണ നമ്മൾ തന്നെ ഇവരുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ വർഷവും പുത്തുമലയ്ക്ക് ഓരോ വർഷം തികയുന്ന സമയത്ത് ഇവരുടെ ദുരിതങ്ങൾ വന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു തരത്തിലും രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ അധികൃതർ ഇടപെട്ട ഇവർക്കൊരു പരിഹാരം കണ്ടെത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുമായി ബന്ധപ്പെട്ടാണ് അവർ തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ പറയുന്നത്. പൂത്ത് നിൽക്കുന്ന മലയാണ് പുത്തുമല, അതുപോലെ തന്നെ പൂത്ത് നിൽക്കുന്ന കൊല്ലിയാണ് പൂത്തക്കൊല്ലി. പക്ഷേ പുത്തുമലയിൽ അതേ സാഹചര്യം, ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് അതേ ഒരു അവസ്ഥ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്താ ഇപ്പൊ സ്ഥിതി? എന്താ നിങ്ങളിപ്പോ വീടിന്റെ ഒക്കെ അവസ്ഥ എന്താ? വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചോർച്ച കാരണം വിടുന്ന പ്രായമായ ആളുകളൊക്കെ വീട് പൂട്ടിപ്പോകുന്ന അവസ്ഥ. ഇപ്പോഴും ആളില്ലാത്ത വീടുകളുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല. പിന്നെ വീട് ചോർന്നൊലിക്കുമ്പോൾ അവർക്ക് താമസിക്കാൻ കഴിയാത്ത കാരണം അവർ പൂട്ടിയിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാം. അങ്ങനത്തെ അവസ്ഥയിലപ്പോൾ ഞങ്ങൾ കഴിയുന്നത്. എല്ലാ വീടുകളും ചോർച്ച, ഒരു വീടും ചോർച്ച അല്ലാത്തയില്ല. ചില വീടുകൾ അവിടെ സ്വന്തം ക്യാഷൊക്കെ കൊടുത്തിപ്പോൾ വാർത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 2-3-4 വീടുകൾ ഇപ്പോൾ വാർത്തിട്ടുണ്ട്. ബാക്കിയുള്ള വീടുകളൊക്കെ ചോർന്നൊലിച്ച് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ല. ഇപ്പം ഞങ്ങൾക്ക് മഴ വരുമ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ അതേപോലെ തന്നെ പേടിയുടെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോഴും കഴിയുന്നത്.
അരുൺകുമാർ, ഈ പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അതിജീവിച്ച് വന്ന ദുരന്തബാധിതരായിട്ട് ആളുകളാണ്. ഇവരുടെ ഫ്ലെക്സുകളിലേക്ക് നോക്കിയാൽ കാണാം നിരവധി തവണ അധികൃതർക്ക് മുൻപിൽ പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് വീടുകളിലെ ചോർച്ചകൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തണമെന്ന് പറഞ്ഞു. അതിൽ ഇടപെടൽ ഉണ്ടായില്ല. സ്ഥിരമായ അറ്റകുറ്റപ്പണികൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതോടൊപ്പം ദുരന്തബാധിതരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള കാര്യത്തിലടക്കം അധികൃതർക്ക് വലിയ വീഴ്ച വന്നു. ആ പോസ്റ്ററിനകത്തെല്ലാം ഉണ്ട്. വീടുകൾ ഇന്നും ചോർന്നൊലിക്കുന്നു, അധികാരികളെ കണ്ണു തുറക്കൂ എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. 8 വർഷമായിട്ട് അവരുടെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർ, സർവ്വവും നഷ്ടപ്പെട്ട മനുഷ്യര്, അവർക്ക് കയറിക്കിടക്കാൻ ഒരു കൂര വെച്ച് കൊടുക്കുമ്പോൾ ആ കൂര മിനിമം ചോരാത്തതായിരിക്കണം എന്നതൊരു ഉറപ്പുവരുത്തണ്ടേ? പുത്തുമലയിലെ ദുരന്തബാധിതർക്ക് പുത്തുമല അവർക്ക് വീട് വെച്ച് കൊടുത്തപ്പോൾ ആ പല വീടുകളും പൂത്തക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തെ ഹർഷം പദ്ധതിയിൽ നിർമ്മിച്ചു നൽകിയ വീടുകളാണ് ഇപ്പോൾ താമസയോഗ്യമല്ല എന്നുള്ള പരാതി അവർ ഉന്നയിക്കുന്നത്. വയനാട് ടൗൺഷിപ്പിൽ ഒരു വലിയ രീതിയിലുള്ള മെച്ചപ്പെട്ട രീതിയിലുള്ള താമസ സൗകര്യം ഒരുങ്ങുമ്പോൾ പുത്തുമലയിലുള്ളവരെ നിങ്ങൾ എന്തുകൊണ്ട് അവഗണിച്ചു എന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, സർക്കാരിന്റെ അധികാരികളുടെ കണ്ണ് ഇവരുടെ പ്രശ്നങ്ങളിലേക്ക് ചെല്ലുക എന്നതാണ്. 2019 ഈ സംഭവം നടക്കുന്നത്. 2018-19 ഇപ്പോൾ ഏകദേശം 8 വർഷത്തോളം, 7 വർഷമാവുന്നു. അപ്പോഴും അതാണ് അവസ്ഥ, വീടിന്റെ അവസ്ഥ.